ഹലോ, ഇന്ന് ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള വീഡിയോ ആണിത്. അതായത് സ്കൂളൊക്കെ തുറന്നില്ല, അപ്പം നമ്മൾ ബസ്സിലൊക്കെ ആയിരിക്കും സ്കൂളിൽ ഒരുപാട്, അതായത് KSRTC ബസ്സിലൊക്കെ പോകുന്നവർക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് ഞാനിത് ഇടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ KSRTC കൺസെഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് KSRTC കൺസെഷൻ ആപ്പ് എന്ന് അടിക്കുമ്പോൾ അത് വരും. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ആക്കുക. ആക്കിയിട്ട് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഏറ്റവും താഴെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, രജിസ്റ്റർ. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഫോം വരും. അതിൽ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ, ID കാർഡിൻ്റെ ഫോട്ടോ, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഗാർഡിയൻ്റെ പേര്, അതൊക്കെ. പിന്നെ സ്കൂൾ ഡീറ്റെയിൽസ്, ഏത് സിലബസ് ആണ്, ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുക്കും. പിന്നെ ട്രാവൽ ഡീറ്റെയിൽസ്, അവർ പറഞ്ഞ കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടി സബ്മിറ്റ് ആക്കണം. 500 KB താഴെ ഡോക്യുമെൻറ്റ്സ് മാത്രമേ അപ്ലോഡ് ആക്കാൻ പറ്റൂ. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരും, കൺസെഷൻ രജിസ്റ്റർ ആയി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് പിന്നെ ഒരു മെയിൽ വരും 2 ദിവസം കഴിഞ്ഞിട്ട്, 110 രൂപ അടയ്ക്കാൻ വേണ്ടി. അപ്പം നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് കയറി പൈസ അടയ്ക്കും. ഇൻ കേസ് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ മറന്നു പോകണമെങ്കിൽ KSRTC ഡിപ്പോയിൽ ചെന്ന് പറഞ്ഞാൽ മതി, അവർ എല്ലാം ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ കൺസെഷൻ കാർഡ് അപ്രൂവ് ആയിക്കോളും.